കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാലേ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുപോലൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കലാ കേട്ടോ ഇന്ന്. അവൻ ഇന്ന് എഗ് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി അരിയും മുട്ടയും കയ്യിലുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, നമ്മുടെ കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ വേറെ ആരും സാധിച്ചു കൊടുക്കാനാ. അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അവർ നമ്മളോടല്ലാതെ വേറെ ആരോട് പറയാനാ. അപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ അരിയും മുട്ടയൊക്കെ വേവിച്ചിട്ടേ സവാള വഴറ്റി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് ചേർത്തിട്ട് കുറച്ച് തക്കാളി പേസ്റ്റും ചേർത്ത് ഇച്ചിരി തൈരും ചേർത്ത് ഇളക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ശകലം ഗരം മസാലയും ചേർത്തിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടെ തട്ടി. പിന്നെ ബിരിയാണിയാണെന്ന് പറയുമ്പോൾ അതിൽ സവാള വറുത്ത് ചേർക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ. സവാള വറുത്ത് ചേർത്തതും പിന്നെ കുറച്ച് ക്യാഷും കിസ്മിസും ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ വറുത്ത് ചേർത്തതും പിന്നെ കുറച്ച് നാരങ്ങാ നീരും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മളതിനെ ഒന്ന് അലങ്കരിച്ച് ഒക്കെ വെച്ചു. പിന്നെ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും എൻ്റെ മോൻ ഒരു ലോഡ് എക്സ്പ്രഷൻ ഇടാറുണ്ട് കേട്ടോ. സത്യത്തിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും, നമ്മുടെ മനസ്സ് നിറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എന്ത് പറഞ്ഞാലും മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ഉണ്ടാക്കി കൊടുക്കാൻ, നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ എല്ലാം ഇട്ട് ലാസ്റ്റ് പറഞ്ഞ നാരങ്ങാ നീരൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അവന് വിളമ്പി കൊടുക്കും കേട്ടോ. പാത്രത്തിൽ ഇതൊക്കെ വിളമ്പി കൊടുത്ത് പിന്നെ ഒരു ബിരിയാണി ആണെങ്കിൽ അവനൊരു 10 ബിരിയാണിയുടെ എക്സ്പ്രഷൻ ഇടും, അത് വേറെ കാര്യം. അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കുക, കണ്ട ഇതുപോലെ നമ്മുടെ മനസ്സ് നിറയാൻ.